ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ഫ്ലാഗ് ഓളെ മുടിമക്കുത്തിയൊക്കെ ഇന്ത്യയുടെ കളറാണ്. അപ്പോൾ നമ്മൾ ഒരുങ്ങി സ്കൂൾക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കീശേൻ്റെ ഭാഗത്തൊരു ഇന്ത്യൻ്റെ ഒരു ചിത്രവും പിന്നെ ഞാൻ എൻ്റെ കൈമേൽ ഒരു ടാബും കെട്ടി അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അതാ നമ്മളെ പോണ വഴിയൊക്കെ അതാ അച്ചൻകുളത്തിലത്തെ വെള്ളമാണ് ഇങ്ങനെ ഒലിച്ച് വരുന്നത്. എന്ത് രസമാണ്. മഴ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇതാ ഈ വളവ് കഴിഞ്ഞാൽ അതാ നേരെ കാണുന്നതാണ് അച്ചൻകുളം. അച്ചൻകുളത്ത് നല്ല ആയാണ്. ഇതാ നമ്മൾ സ്കൂളിലെത്തി നമ്മളെ അവിടെയൊക്കെ നല്ല കുറേ എൻ്റെ സ്കൂളിലൊക്കെ എത്തി. ഇതാ ന്യൂൻ്റെ നേരെ കാണാൻ ന്യൂൻ്റെ സ്റ്റേജ്. ഇതാ കുറേ ഉള്ള ആൾക്കാരുണ്ട്. ബുൾബുളും കപ്പും ജേഴ്സിയും ഒക്കെ ഇതാ ഫ്ലാഗൊക്കെ ഉയർത്തി പിടിക്കേണ്ട എല്ലാവരും. കുറേ നാടകമൊക്കെ ഉണ്ട് ഇത് നമ്മൾ ഈ ന്യൂൻ്റെ സ്കൂളിൽ. ഈ പ്രാവശ്യം വളരെ മനോഹരമായിട്ട് നമ്മളെ സമരസേനാനികളുടെ വേഷം കെട്ടിയിട്ടൊക്കെയാണ് കുറേ കുട്ടികൾ ഉള്ളത്. കണ്ടോ എത്ര കുട്ടികളെ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് കബ്ബും ബുൾബുളും പതാക ഉയർത്താൻ തുടങ്ങിയതാ. നമ്മളെ പതാക എല്ലാവരും സല്യൂട്ട് അടിച്ച് എന്ത് രസം. അതാ എത്ര കുട്ടികളാണ് ഇന്ത്യൻ ഫ്ലാഗ് വീശുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇന്ത്യയിൽ ജനിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. പെട്ടെന്നൊരു മഴ പെയ്തപ്പോൾ എല്ലാവരും ഓരോ സൈഡിലേക്ക് ഓടി. നമ്മുടെ ഓളെ സ്കൂളിൽ ഷീറ്റ് ഇട്ടുകൊണ്ട് എല്ലാവരും അങ്ങോട്ടാണ് ഓടി. എന്ത് രസമാണ്. ഗ്രൗണ്ടൊക്കെ വിശാലമായി കിടക്കണ്. അപ്പം നമ്മളെ പരിപാടിയൊക്കെ അതാ തുടങ്ങി. അതാ ആദ്യം തന്നെ JRCൻ്റെ ഡാൻസാണ്. പിന്നെ കബിൻ്റെയും ബുൾബുളിൻ്റെയും ഒക്കെ ഉണ്ട്. ഇനി പിന്നെ സമരസേനാനികളുടെ ഓരോ പേരും ആൾക്കാർ വേഷം കെട്ടിയൊക്കെ സ്റ്റേജ് അതാ കബിൻ്റെ ഡാൻസ് തുടങ്ങി. എന്ത് രസമല്ലേ. ഇതാ JRC നമ്മളെ സ്കൂളിൽ പതാക ഉയർത്തൽ കഴിഞ്ഞിട്ട് നേരെ മഹാത്മാവ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. സ്നേഹാദരങ്ങളോട് നമുക്ക് സ്വീകരിക്കാം, അഭിവാദ്യങ്ങൾ അർപ്പിക്കാം, സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകൾ മഹാത്മാവിന് സമർപ്പിക്കാം. പ്രോത്സാഹനങ്ങൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച, സ്നേഹം കൊണ്ട് കുട്ടികളെ ചേർത്ത് നിർത്തിയ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു, മോഡേൺ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യ. കേരളത്തിൽ നിന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ കേരളത്തിൽ നിന്ന് വിസ്മരിക്കാൻ കഴിയാത്ത നാമം ഉപസത്യാഗ്രഹത്തിന്റെ പയ്യന്നൂരിൽ നേതൃത്വം കൊടുത്തു. കേരളത്തിൽ വിസ്മരിക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യനായകൻ കേരള ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ അഭിവാദ്യങ്ങളും സ്നേഹങ്ങളും പൂച്ചിന്തകൾ നടത്തുന്നത്. ഇന്ത്യയുടെ വിജ്ഞാനത്തിലൂടെ മൗലാന അബുൽ കലാം ആസാദ്, ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന്റെ തിരിതെളിച്ച മഹാൻ. ഹിംസ കൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, നിങ്ങൾ എനിക്ക് രക്തം തരുമോ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം. ഫോർവേഡ് ലോ നമുക്ക് വേണ്ടി രൂപീകരിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ അവിസ്മരണീയ രൂപത്തിൽ സുഭാഷ് ചന്ദ്രബോസ്. ഭഗത് സിംഗ് 23 വയസ്സ് മാത്രം പ്രായമുള്ള ഏറ്റവും ചെറുപ്പക്കാരനായ ദ യങ്ങസ്റ്റ് സോൾജർ ആൻഡ് ഫ്രീഡം ഫൈറ്റർ ഓഫ് ഇന്ത്യ. The Iron Man of India, the Central Ministry of
India, the Iron Man, Sardar Vallabhbhai Patel. Yes. Yes. ഒരു രാജ്യത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും സഭയിൽ നേരിട്ട ഝാൻസി റാണി വീര ദേശാഭിമാനി വീര വനിത ഝാൻസി റാണി റാണി ലക്ഷ്മിഭായ്. Sarojini Naidu, the Nightingale of India. ഇന്ത്യയുടെ നായിക സരോജിനി നായിഡു. കസ്തൂർബ ഗാന്ധി താങ്കളായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ അരുണാ മാസത്തിലെ അഭിവാദ്യങ്ങൾ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നടത്തുകയും സഹിച്ച ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും സ്വാതന്ത്ര്യമാണ് ഞാൻ നിങ്ങളും എന്ന് അനുഭവിച്ചു വന്നിട്ടുള്ളത്. ബീഗം ഹസ്രത്ത് മഹൽ, ബീഗം ഹസ്രത്ത് മഹൽ എല്ലാം വിട്ടുകഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും രാജ്യത്തിന് വേണ്ടി പോരടിച്ച വീരവനിത. ഇന്ത്യയിലെ തൊഴിലാളി ോടുകൂടി സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. സേവനയാത്ര ഒരുപാട് ധീരജവാന്മാർ ഒരു രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ സ്വാതന്ത്ര്യ ദിനത്തിന് നേതൃത്വം നൽകിയ ധീരദേശാഭിമാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ജാതിമത വൈചാരികൾക്കപ്പുറം ഒരു രാജ്യത്തെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ഭരണഘടനയെ നമുക്ക് വേണ്ടി സമ്മാനിച്ച ഡോക്ടർ ബി.ആർ. അംബേദ്കർ പേരറിയുന്നവരെ എല്ലാം നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ പേരറിയാത്ത ഒരുപാട് സോൾജേഴ്സ് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരെയും സ്മരിച്ചുകൊണ്ട് എല്ലാവിധ പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനപ്പുലരിൽ നമുക്ക് കൈകോർത്ത് ഒരുക്കിയെടുക്കാം. രാജ്യത്തിന്റെ സേവനമായി രാജ്യത്തെ സ്നേഹത്തോട് ചേർത്ത് നിർത്തി ഈ രാജ്യത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും നല്ല ഒരു ക്രമം. എല്ലാവരും പരസ്പരം കൈകോർക്കാം. എല്ലാവരും പരസ്പരം കൈകോർത്തുകൊണ്ട് നമുക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കണം. എത്ര മനോഹരമാണ് ഈ നിമിഷം. നമുക്ക് കാണാൻ കഴിയാത്ത പോലെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ സ്കൂളിൽ എന്തൊക്കെ കമൻറ്റ് ചെയ്യുക.